ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച്, അതായത് ഒന്നിലധികം ശാഖകളുള്ള ആൽക്കെയിൻ, അതായത് സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസ് ആയ ആൽക്കെയിനുകളുടെ നാമകരണത്തിന് ഉദാഹരണങ്ങളായിരുന്നു, എക്സാമ്പിൾസ് ആയിരുന്നു നമ്മൾ വർക്കൗട്ട് ചെയ്തത്. അത് ഫിനിഷായി. നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ് വരുന്നത് നോമെൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, ഹൈഡ്രോ കാർബൺസ് വിത്ത് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ആർ കോൾഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അതായത് 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചതാണ് ഹൈഡ്രോ കാർബൺസിലെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും അവയുടെ നെയിമിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതാണ് 9th സ്റ്റാൻഡേർഡിൽ. ഇവിടെ നമ്മളത് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കുന്നേ ഉള്ളൂ. അപ്പം ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന ഹൈഡ്രോ കാർബണുകളെയാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുക. അപ്പോൾ പൊതുവെ 2 ടൈപ്പാണുള്ളത്. ആൽക്കീൻസ് ഉണ്ട്, ആൽക്കൈൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ആൽക്കീൻ, അതായത് ഡബിൾ ബോണ്ട് വരുന്ന ഹൈഡ്രോ കാർബൺ, അതായത് ഡബിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസിൻ്റെ നോമെൻക്ലേച്ചർ ഓഫ് ആൽക്കീൻസ്. ആൽക്കീനുകളുടെ നാമകരണം അഥവാ നോമെൻക്ലേച്ചറിൽ നമുക്ക് റൂൾസൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുവശത്ത് നമ്പറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദി കാർബൺ ആറ്റം ലിങ്ക്ഡ് ബൈ ദി ഡബിൾ ബോണ്ട് ഗെറ്റ്സ് ദി ലോവസ്റ്റ് പൊസിഷൻ നമ്പർ. ഇവിടെ നമ്മൾ പൊസിഷൻ നമ്പർ പരിഗണിക്കേണ്ടത് ഈ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് വരുന്നതാണല്ലോ ആൽക്കീൻസ്. അങ്ങനെ നമ്മൾ ആ കാർബൺ ആറ്റങ്ങൾക്ക് നമ്പറിങ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് വരുന്ന ആ കാർബൺ ആറ്റത്തിന് ചെറിയ പൊസിഷൻ നമ്പർ കൊടുത്തു വേണം നമ്മൾ നെയിമിങ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫോർമുല, അതായത് നോമെൻക്ലേച്ചർ ഓഫ് ആൽക്കീൻസിൻ്റെ ഫോർമുല വരുന്നത്, ഫസ്റ്റ് നമ്മൾ പഴയ പോലെ തന്നെ നമ്പറിങ് ചെയ്യുന്നു. ഒരു വശത്ത് നിന്ന് നമ്പറിങ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനനുസരിച്ചുള്ള വേർഡ് റൂട്ട് എഴുതുന്നു. അതായത് ആ ഒരു ചെയിനിൽ എത്ര കാർബൺ, ബ്രാഞ്ച് ഒന്നും അങ്ങനെ വരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ എത്ര കാർബൺ ആറ്റം വരുന്നോ അതിനനുസരിച്ചുള്ള വേർഡ് റൂട്ട്, ശേഷം ഹൈഫൻ, അതിനുശേഷം നമ്മളിവിടെ മോളിൽ പറഞ്ഞ റൂളില്ലേ അതേപോലുള്ള, അതായത് ഡബിൾ ബോണ്ട് വരുന്ന കാർബണിന് ചെറിയ നമ്പർ, എങ്ങനെ പോലും 2 കാർബൺ ആറ്റങ്ങൾക്ക് ഡബിൾ ബോണ്ട് വരും. അതിൽ ചെറിയ നമ്പർ ഏതാണോ വരിക അത് പൊസിഷൻ നമ്പറായിട്ട് കൊടുക്കുക. ശേഷം നമുക്കറിയാം നമ്പറിന് മുമ്പും ശേഷവും ഒക്കെ എപ്പോഴും ഹൈഫൻ വേണം അല്ലേ. അപ്പം അതിനുശേഷം ഹൈഫൻ കൊടുക്കുക. ദെൻ സഫിക്സ് മീൻസ് പിൻ പ്രത്യയം. ഇവിടെ ആൽക്കീനിൻ്റെ ആയതുകൊണ്ട്, ആൽക്കീനിൻ്റെ നോമെൻക്ലേച്ചർ ആയതുകൊണ്ട് നമ്മളിവിടെ പിൻ പ്രത്യയം വരുന്നത് ഈനാണ്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ റൂള്. നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം, അപ്പോൾ അത് ക്ലിയർ ആയിക്കോളുവേ. അപ്പോൾ ഫസ്റ്റ് CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2 CH3. നമ്മൾ പഴയ പോലെ തന്നെ ഇരുവശത്തു നിന്നും കാർബൺ ആറ്റങ്ങൾക്ക് നമ്പറിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ 4 കാർബൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡബിൾ ബോണ്ട് നോക്കുക. ഡബിൾ ബോണ്ട് നോക്കുമ്പം ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ഈ കാർബണും ഉണ്ട്, ഈ കാർബണും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ അതിന് ലഭിച്ചിരിക്കുന്ന നമ്പേഴ്സൊക്കെ നോക്കുക. 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. വിച്ച് ഈസ് ദി ലോവസ്റ്റ് നമ്പർ? 1. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു നമ്പറിലെങ്കിൽ ഈ ഒരു പൊസിഷൻ നമ്പറാണ് ഇവിടെ പരിഗണിക്കുക. പക്ഷേ നമ്മുടെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത് എന്താണ്? വേർഡ് റൂട്ട് അഥവാ പദമൂലം. നോക്കുന്നു, ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. ദെൻ അതിൻ്റെ വേർഡ് റൂട്ട് വരുന്നത് ബ്യൂട്ട്. ദെൻ ഹൈഫൻ ഇടുക, ഹൈഫൻ കൊടുത്തു. ദെൻ പൊസിഷൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ നമ്പർ ലോവസ്റ്റ് നമ്പറാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. സോ 1. അഗെയിൻ ഹൈഫൻ. ഇത് ആൽക്കീൻ ആയതുകൊണ്ട് അതിൻ്റെ സഫിക്സ് എന്ത് വരും? ഈൻ. അപ്പം നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്ത് പറയാം? ബ്യൂട്ട് 1-ഈൻ. അതാണ് ഇതിൻ്റെ ഒരു നെയിം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CH3 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട് CH3. അഗെയിൻ നമ്മൾ നമ്പറിങ് ചെയ്യുവാണേ.
ഓക്കെ, ഇവിടെ നമ്മൾ വേർഡ് റൂട്ട് നോക്കുക. വേർഡ് റൂട്ട് ഓക്കെ, ബ്യൂട്ട് തന്നെ വരും അല്ലേ, 4 കാർബൺ ആയതുകൊണ്ട് ബ്യൂട്ട് തന്നെ വരുന്നു. അത് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുന്നു. ശേഷം ഹൈഫൻ ഇടുന്നു. ഇനി നമുക്ക് വേണ്ടുന്നത് പൊസിഷൻ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പം ഈ കാർബണിനും ഡബിൾ ബോണ്ടാണ്, ഈ കാർബണിനും ഡബിൾ ബോണ്ടാണ്. സോ നമ്മൾ നമ്പേഴ്സ് നോക്കുന്നു. 2 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. സോ സ്മോൾ നമ്പർ, ലോവസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2 വരും. അതേപോലെ തന്നെ ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇത് ആൽക്കീനാണ്. സഫിക്സ് എന്ത് വരും? ഈൻ. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ ആ ഒരു റൂൾസ് അനുസരിച്ചുള്ള നെയിമിങ്. നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2 CH3. ഇവിടെ നമ്മൾ പഴയ പോലെ തന്നെ നമ്പറിങ് ചെയ്യുന്നു. 5 ഇവിടെ വരുന്നത്. ഇനി നമ്മൾ വേർഡ് റൂട്ട്, 5 കാർബൺ ആണ്. വേർഡ് റൂട്ട് എന്ത് വരും? വേർഡ് റൂട്ട് പെൻഡ് വരും അല്ലേ. പെൻഡ് എഴുതി ഹൈഫൻ ഇട്ടു. ഇനി പൊസിഷൻ നമ്പർ ഓഫ് ദി ഡബിൾ ബോണ്ട് 2 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ലോവസ്റ്റ് നമ്പർ 2. സോ 2 ഹൈഫൻ, ഇത് ആൽക്കീൻ ആയതുകൊണ്ട് എൻ്റെ ഈൻ, പെൻഡ് 2 ഈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH2. നമ്മൾ നേരത്തെ ഇതിൻ്റെ തിരിച്ചുള്ള ഒരെണ്ണം ചെയ്തായിരുന്നു കേട്ടോ. നോക്കാം. 4 കാർബൺ വന്നാൽ വേർഡ് റൂട്ട് ബ്യൂട്ട്, ഹൈഫൻ ഇടുന്നു. ഇനി പൊസിഷൻ നമ്പർ ഓഫ് ദി ഡബിൾ ബോണ്ട് 3 ഉണ്ട്, 4 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. നമുക്കറിയാം ഇതിൽ ലോവസ്റ്റ് നമ്പർ 1 ആണ്. സോ 1 കൊടുത്തു. ആൽക്കീനിൻ്റെ കേസിൽ ഈനാണ് അതിൻ്റെ സഫിക്സ് വരിക. ഓക്കെ, അതും കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് CH2. നമ്മൾ അഗെയിൻ നമ്പറിങ് ചെയ്യുന്നു. 5 കാർബൺ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 5 കാർബണിനുള്ള വേർഡ് റൂട്ട് എഴുതുന്നു. പെൻഡ് ഹൈഫൻ ഇടുന്നു. ഇനി ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ നമ്പർ നോക്കുക. 4 ഉണ്ട്, 5 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ലോവസ്റ്റ് നമ്പർ 1 ആണ്. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് ഈൻ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് CH CH3. ഇച്ചിരി നീളമുള്ളൊരു ചെയിനാണ് നമ്മൾ എടുത്തേക്കുന്നത്. 6 കാർബൺ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് റൂൾസ് അനുസരിച്ച് തന്നെ പോകാം. 6 കാർബൺ വന്നാൽ വേർഡ് റൂട്ട് ഹെക്സ്, ഹൈഫൻ ഇട്ടു. ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ഇതും ഇതുവാ, 4th 5th. അതിന് കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് നോക്കാമേ. ഇങ്ങോട്ടുള്ളത് നോക്കിയാൽ 4ഉം 5ഉം വന്നു. ഇങ്ങോട്ടുള്ളത് നോക്കിയാൽ 2ഉം 3ഉം. നമുക്കറിയാം ലോവസ്റ്റ് നമ്പർ 2. സോ 2 കൊടുത്തു, സഫിക്സ് ഈൻ കൊടുത്തു. ഇനി അടുത്തത് CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2, ദെൻ CH2, വീണ്ടും CH2 CH2 CH3. നമ്പറിങ് ചെയ്യാം. 7 കാർബൺ വരുന്നതാ. 7 കാർബൺ വന്നാൽ നമുക്കറിയാം വേർഡ് റൂട്ട് വരുന്നത് ഹെപ്റ്റ്, ഹൈഫൻ ഇട്ടു. ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ഈ ഫസ്റ്റ് 2 കാർബൺ അല്ലേ. 1 ഉണ്ട്, 2 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. ലോവസ്റ്റ് നമ്പർ 1. സോ 1 ആൽക്കീൻ ആയതുകൊണ്ട് ഈൻ, ഹെപ്റ്റ് 1 ഈൻ. അതാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് വരിക. ഇനി ലാസ്റ്റ് 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഓക്കെ, 8 വന്നാൽ നമുക്കറിയാം ഒക്റ്റ്, ഹൈഫൻ ഇട്ടു. ഇവിടെ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ 3rd ഉണ്ട്, 4th ഉണ്ട്. ഇങ്ങോട്ടാണെങ്കിൽ 5th ഉണ്ട്, 6th ഉണ്ട്. അപ്പം ലോവസ്റ്റ് നമ്പർ 3 ആണ്.
സോ ഒക്ട് 3 ആൽക്കീൻ ആയതുകൊണ്ട് എൻഡിൽ ഈൻ ചേർത്തു. ഒക്ട് 3 ഈൻ. ഇത്രയുമാണ് ഇതിലെ ഈ ടോപ്പിക്ക് വരുന്ന എക്സാമ്പിൾസ്. എല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ടുള്ളത് കമൻറ്റിൽ ചോദിക്കുക. താങ്ക് യു.